നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്. ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടും ജീവിതശൈലി രോഗികളെ കൊണ്ടും നിറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ നാട്. ഈ ജീവിതശൈലി രോഗങ്ങൾ വലിച്ചുവാരി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും അനാവശ്യ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുകയും എന്താണ് നല്ലതോ ചീത്ത എന്ന് തിരിച്ചറിഞ്ഞ് കഴിക്കുന്നത് കൊണ്ടാണെന്നും എല്ലാവർക്കും അറിയാം. കൂടെ അധ്വാനങ്ങളില്ലാതായി പകരം വ്യായാമങ്ങൾ ചെയ്യണമെന്നും എല്ലാവർക്കും അറിയാം. പലരും വ്യായാമങ്ങൾ ചെയ്യാനും തുടങ്ങും. പക്ഷേ കുറച്ച് ദിവസം, ഒരു പുതുമോടി മാത്രം കുറച്ച് ദിവസം ചെയ്യും. അത് കഴിഞ്ഞ് പതുക്കെ എന്തോ കാരണങ്ങൾ വരും. അതോടുകൂടി പതുക്കെ ഇത് നിന്ന് പോകും. ഇതാണ് ഈ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും സംഭവിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ അകത്തേക്ക് എത്തുന്ന ഗ്ലൂക്കോസിനെയോ കൊഴുപ്പിനെയോ എനർജിയാക്കി മാറ്റാനുള്ള ഒരു മരുന്നും ഈ ഭൂമിയിലില്ല. ഇത് മനസ്സിൽ ഉറപ്പിക്കുക. നമ്മൾ പലരുടെ വിചാരമുണ്ട് ഇൻസുലിൻ കുത്തിവെക്കുമ്പോഴോ ഗുളിക കഴിക്കുമ്പോഴോ ബ്ലഡ് ഷുഗർ കുറയും. ഈ ബ്ലഡിലെ ഗ്ലൂക്കോസ് എങ്ങും പോകുന്നില്ല എന്ന് ഓർക്കുക. ആ ബ്ലഡിലെ ഗ്ലൂക്കോസ് എവിടെയാണ് പോകേണ്ടത്? അധികമുള്ള ഗ്ലൂക്കോസ് യൂറിനിലൂടെ പുറത്തേക്ക് പോകും. അത് ബ്ലഡ് ഷുഗർ ഒരു പരിധി റീനൽ ത്രെഷോൾഡിൻ്റെ മുകളിൽ കയറുമ്പോൾ ബാക്കിയുള്ള ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്താലേ കൊഴുപ്പ് എനർജിക്ക് എടുക്കും. ഈ കൊഴുപ്പും നമ്മുടെ രക്തക്കൊള്ള അടിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ അടിഞ്ഞു കൂടുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും അത് തടഞ്ഞേ പറ്റൂ. തടഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ കാല്, കണ്ണ്, കിഡ്നി എല്ലാം തട്ടിച്ചെതല് തിന്നുന്ന പോലെ കേടായിക്കൊണ്ടിരിക്കും. ഇതിന് ഡയറ്റ് കൺട്രോളും വേണം, എക്സസൈസും വേണം. ഈ എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യാതെ ആഴ്ചയിൽ 3 ദിവസം ചെയ്യുക, ആഴ്ചയിൽ 5 ദിവസം ചെയ്യുക, ഇങ്ങനെയെല്ലാം പലരും പറയും. പക്ഷേ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുക. നമ്മൾ അന്നന്ന് കഴിക്കണ ഭക്ഷണത്തോട് ഉള്ളിലെത്തുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും അന്നന്ന് എനർജി ആക്കി കളയാനുള്ള വ്യായാമം ചെയ്തില്ലെങ്കിൽ ഓരോ ദിവസവും ഇത് അടിഞ്ഞിട്ടേയിരിക്കില്ലേ? അപ്പം അതിനെന്ത് വേണം? എന്നും മുടങ്ങാതെ വ്യായാമം ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന വ്യായാമമാണ് നടത്തം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ 6 മാസത്തോളം മഴക്കാലം വരും. ഈ മഴക്കാലത്ത് മിക്കവാറും നടത്തം നിന്ന് പോകും. റൈറ്റ്? അല്ലെങ്കിൽ ഓരോരോ കാരണങ്ങൾ. ഇപ്പോൾ ദിവസം രാവിലെ നമ്മൾ 2 പേര് ഒരുമിച്ച് നടക്കാൻ പോകുന്നു. ഒരാളൊരു ദിവസം വിളിച്ചു, എനിക്കൊരു കാര്യത്തിന് പോകണം, ഞാൻ ഇന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ആൾ നേരെ പുതച്ച് മുടിക്കിടന്ന് ഉറങ്ങും. ജിമ്മിൽ പോകുന്ന ആളാണെങ്കിൽ ഇത് തന്നെ, ജിമ്മിൽ പോവും ചെയ്യും. പക്ഷെ പല കാരണങ്ങളൊന്നും പലപ്പോഴും അത് മുടങ്ങിപ്പോവും. ഇതൊരു ചിട്ടയായിട്ട് കൃത്യമായിട്ട് എന്നും ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ 1% പോലും ഉണ്ടോ എന്ന് സംശയമായിരിക്കും. ചടങ്ങിന് പലരും പിന്നെ ആമ നടക്കുന്നത് പോലെ നടന്നു പോയിട്ട് ഞാൻ ഡെയിലി നടക്കാൻ പോകുന്നു സ്വയം ആശ്വസിക്കുന്ന ആൾക്കാരും കുറയുണ്ട്. ഇവിടെ ഇത് ഒഴിവാക്കാൻ എന്താണ് ഒരു പോംവഴി എന്ന് ചിന്തിച്ചാൽ ഞങ്ങളിപ്പോൾ ഡെയിലി ഒരു 500ഓളം പേര് എന്നും ഞങ്ങൾ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച്, ഞാനോ ഞങ്ങളുടെ കൂടെയുള്ള വേറെ ആളുകളുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് എക്സസൈസ് ചെയ്യുന്നു. ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ചെയ്യുന്നു, അത് സൂം പ്ലാറ്റ്ഫോമിൽ അവരുടെ വീട്ടിൽ നിന്ന് അവർ ചെയ്യുന്നു. അപ്പം ഞങ്ങൾക്കൊരു 500 പേർക്കുള്ള പ്ലാറ്റ്ഫോം ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അതേസമയം ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ നടത്തമെന്ന് പറയുന്ന ഒരു പ്രഹസനം പോലെയുള്ള വ്യായാമത്തിൻ്റെ പകരം ശരീരത്തിലെ മുഴുവൻ പേശികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൈയും കാലും ശരീരം മുഴുവൻ രക്തോട്ടം കൂട്ടാനുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സെറ്റ് വ്യായാമങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് എന്നും കൃത്യമായിട്ട് ചെയ്യുന്ന ഓരോ ആളുകൾക്കും കൈയും കാലും അവയവങ്ങളിലേക്ക് എല്ലാം രക്തോട്ടം കൂടുന്നതിൻ്റെ ആ വ്യത്യാസം എല്ലാവർക്കും അനുഭവം കിട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ 3-3.5 കൊല്ലത്തിലധികമായി ഞങ്ങളിത് എന്നും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ കൂടാൻ. പക്ഷെ പ്രോബ്ലം നിങ്ങളുടെ ഒരു മടി, ഒരു ഇനേഷ്യ, തുടക്കത്തിൽ തുടങ്ങാനുള്ള ഒരു മടി, തുടങ്ങിക്കഴിയുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റായ ആ ഒരു മോട്ടിവേഷൻ്റെ കുറവ്, ഇതെല്ലാമാണ് പുതിയതായിട്ട് ആദ്യമായിട്ട് വ്യായാമം ചെയ്യുന്ന പലർക്കും ഉണ്ടാകുന്ന പ്രോബ്ലം. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒരു ഏറ്റവും നല്ല ആരോഗ്യത്തിലേക്ക് എത്തിക്കാൻ ഒരു ദിവസം പോലെ മുടങ്ങി എന്നും വ്യായാമം ചെയ്യാൻ അതിനുള്ള ഒരു പ്ലാനിങ്ങിൽ ഞങ്ങളിത് യൂട്യൂബ് ലൈവായിട്ട് ഞങ്ങൾ ഇത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ കൂടെ കൂടാം. ഇതിന് 5 പൈസയുടെ ചിലവ് ആർക്കുമില്ല. നിങ്ങളുടെ വീട്ടിൽ, അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറയുമ്പോൾ പലത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് ചെയ്യാമെന്ന് വിചാരിക്കും. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. എത്രയും വർഷങ്ങളായിട്ട് എന്നും തന്നെ വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഓരോ യാത്ര പോകുമ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയുള്ളൂ. പലപ്പോഴും എൻ്റെ വ്യായാമങ്ങൾ പിന്നെ ആഴ്ചകളോളം, മാസങ്ങളോളം മുടങ്ങിപ്പോയിട്ടുണ്ട്.
ആ കണ്ടിന്യൂറ്റി പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻട്രസ്റ്റ് പോകും നമുക്ക്. ഇത് മനുഷ്യ സ്വഭാവമാണ്. പക്ഷെ ഞങ്ങളുടെ കൂട്ടായ്മ ഒരാളല്ലെങ്കിൽ അടുത്ത ആൾ ലീഡ് ചെയ്യാനുണ്ടാവും. ഒറ്റ ദിവസം പോലും മുടങ്ങാതെ എന്നും ഞങ്ങൾ കാലത്ത് 6 മണി തൊട്ട് ഒരു 7 മണി വരെ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ യൂട്യൂബിൽ നിങ്ങൾക്കായിട്ട് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രെച്ചുകൾ, തിരിയാനും മറിയാനും കുനിയാനും നിവരാനുമുള്ള ആ ബുദ്ധിമുട്ടുള്ള ഒരു പ്രായം കഴിയുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും. സോ അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ശരീരത്തിന് വഴക്കം ഉണ്ടാക്കിയെടുക്കുവാനും ഈ പറഞ്ഞ പോലെ നടുവേന, പുറമേന, കഴുത്തുവേന തുടങ്ങി ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം തടയാനുള്ള ഒരു പ്രിവെൻറ്റീവ്, ശരീരത്തെ ഹെൽത്തി ആക്കി എടുക്കുക സ്ട്രെച്ചുകളിലൂടെയും സ്ട്രെങ്തനേഴ്സിലൂടെയും. അത് ചെയ്ത് ബോഡി ട്യൂൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാം. ഞങ്ങൾ പിന്നെയും കടുപ്പത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അത് തുടക്കത്തിൽ എല്ലാവർക്കും ഈസി ആയിരിക്കില്ല. സോ നിങ്ങളെല്ലാവരും ഒരു ദിവസം പോലും മുടങ്ങാതെ എന്നും വ്യായാമം ചെയ്യിക്കാൻ, നിങ്ങളെയൊക്കെ അങ്ങനെ ആക്കിയെടുക്കാൻ, നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ. സിഗരറ്റ് വലിയോ മദ്യപാനമോ ഒന്നും അല്ല ദുശ്ശീലം. അമിതമായ ഭക്ഷണം കൊണ്ടും വലിച്ചുവാരിയുള്ള ഭക്ഷണരീതി കൊണ്ടും വ്യായാമമില്ലായ്മ കൊണ്ടാണ് കേരളത്തിൽ 100% ജീവിതശൈലി രോഗങ്ങൾ വരുന്നത്. 70%-അധികം മരണങ്ങളുടെ കാരണം ഇതാണ്. 1-2% കൊല്ലുന്ന സിഗരറ്റ് വലിനെയും മദ്യപാനത്തെ മയക്കുമരുന്ന് ഇപ്പോഴും നമ്മൾ ദുശ്ശീലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഇവിടെയെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ലാക്ക് ഓഫ് മോട്ടിവേഷൻ, നിങ്ങളുടെ മടി. അപ്പോൾ ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നും ഞങ്ങളോട് ചെയ്തുകൊണ്ടേയിരിക്കാം. ഒരു ദിവസം പോലും മുടങ്ങാതെ ഏത് മഴയത്തും നിങ്ങളുടെ വീട്ടിലെ വിസിറ്റിംഗ് റൂമിലിരുന്നോ, ബെഡ്റൂമിൽ ബെഡിലിരുന്നോ, കിച്ചണിലിരുന്നോ, യാത്ര പോകുമ്പോൾ താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ, റിസോർട്ടിലെ റൂമിലെ ബെഡിലിരുന്നും നിന്നും ഇരുന്നും കിടന്നും ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങൾ പതുക്കെ പതുക്കെ അത് കടുപ്പം കൂട്ടിക്കൂട്ടി വരുന്നു. നിങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. മുട്ടുകാല് വേദനയുള്ള ആളുകൾ മുട്ടുകാല് വേദന ബുദ്ധിമുട്ടുള്ള വ്യായാമങ്ങളെ ചെയ്യരുത്. പകരം വേറെ എന്തോരം വ്യായാമങ്ങളുണ്ട്. നടുവേനുള്ളവർ കുനിഞ്ഞു നിവർന്നുള്ള നടുവിന് ബുദ്ധിമുട്ടുള്ളത് ചെയ്യരുത്. കഴുത്ത് വേദനയുള്ളവർ കഴുത്തിന് ബുദ്ധിമുട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യരുത്. റൊട്ടേഷൻസ് കാര്യങ്ങളൊന്നും ചെയ്യരുത്. പകരം കഴുത്തിന് സ്ട്രെങ്തനേഴ്സ് ചെയ്ത് കഴുത്തിലൊരു നെക്ക് കോളർ പോലെ, ബയോളജിക്കൽ കോളർ, അതുപോലെ കഴുത്ത് ബലപ്പെടുത്തുക. സോ ഈ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിനാണോ വേദന ബുദ്ധിമുട്ടുള്ളത് ആ ഭാഗത്തെ ബുദ്ധിമുട്ടിക്കരുത്. പകരം ആ ഭാഗം സ്ട്രെങ്തൻ ചെയ്ത് മസിൽസ് സ്ട്രെങ്തൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള വേദനകളെല്ലാം തനിയില്ലാതാവും. സോ ശരീരം ഫുള്ളും സ്ട്രെങ്തൻ ചെയ്യുക, മസിൽ ബൾക്ക് കൂട്ടുക, കുനിയാനും നിവരാനും തിരിയാനുള്ള വഴക്കം കൂട്ടിയെടുക്കുക, നല്ല ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, പ്ലാൻഡ് ആയിട്ട് കാർഡിയക് എക്സസൈസ്, യോഗയും മെഡിറ്റേഷനും സൂംബയും എല്ലാം മിക്സ് ചെയ്തൊരു പാക്കേജ് ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങൾക്ക് എന്നും ചെയ്യാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും.